ഇപ്പോൾ ആന എഴുന്നേറ്റിട്ടുണ്ട്. കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ ആന തനി എഴുന്നേറ്റു എന്നാണ് സൂരജ് അറിയിക്കുന്നത്. സൂരജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇനി അനിമൽ ആംബുലൻസിലേക്ക് മാറ്റുകയാണല്ലോ അടുത്ത ഘട്ടം. സൂരജ്, ഒരു സ്കൂൾ ബസ് വന്നാടാ, ഒരു സ്കൂൾ ബസ്. സൂരജ് അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും. പ്രാഥമികമായ ചികിത്സ നൽകിക്കഴിഞ്ഞിരിക്കുന്നു ആനയ്ക്ക്. സൂരജ് ചേരുന്നുണ്ട്. സൂരജ്, ആന അപ്പോൾ എഴുന്നേറ്റിരിക്കുന്നു. ഇനിയും അനിമൽ ആംബുലൻസിലേക്ക് മാറ്റണമല്ലോ. അല്പസമയത്തിനകം തന്നെ ആനയെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. ആന ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം നമുക്കത്. ആന എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് കുങ്കിയാനകൾക്ക് നടുവിലായി ഈ ആന, മസ്തകത്തിൽ മുറിവേറ്റ ആന എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതിന്റെ മുറിവടക്കം വൃത്തിയാക്കിയത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ആന ഇപ്പോൾ ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമത്തിലേക്ക് കൂടി ഇപ്പോൾ വനംവകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ കുത്തി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഒരു കഴിഞ്ഞ 10 മിനിറ്റ് നേരമായി നടത്തി വന്നിരുന്നത്. പക്ഷേ ആന എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ കുങ്കികൾ ഈ കൊമ്പ് ഉപയോഗിച്ച് കുത്തുന്നതിനിടയിൽ ആന തന്നെ എഴുന്നേൽക്കുകയായിരുന്നു. ഇപ്പോൾ കുങ്കിയാനകൾക്ക് നടുവിലായി ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന, മുറിവേറ്റ ആന ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. ഈ വനംവകുപ്പ് നേരത്തെ ഈ ആനയെ, ഈ ഉദ്യോഗസ്ഥർ ഈ വടം ഉപയോഗിച്ച് നേരത്തെ തന്നെ, അതായത് വീണുകിടന്ന ആനയെ ബന്ധിപ്പിച്ചിരുന്നു. വടം ഇപ്പോൾ ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വടം ലൂസ് ചെയ്യുന്നതനുസരിച്ച് ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തള്ളി ഈ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രിയ അവിടെ അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ആനയെ ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. ഇപ്പോൾ വടമടക്കം ലൂസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത ഈ ആനയെ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടി കുങ്കികൾ സജ്ജമാകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി, അതായത് എഴുന്നേറ്റ് നിന്നതിന് ശേഷം ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് അരുൺ സക്രിയയും അതോടൊപ്പം തന്നെ ദൗത്യ സംഘത്തിലെ വിദഗ്ധരും പരിശോധിക്കുന്നുണ്ട്. കാരണം ആന ഏറെ നേരമായി ഈ താഴെ കിടക്കുകയായിരുന്നു. അതിനുശേഷം ഈ ആന എഴുന്നേൽക്കാൻ കഴിയുമോ എന്നത് ചെറിയ രീതിയിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു. ആന തന്നെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. പലതവണ ഈ ആനയെ ഇങ്ങനെ കുത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കുങ്കികൾ ശ്രമിക്കുന്ന സമയത്തൊന്നും ആന അനങ്ങാതെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ കുങ്കികളെ ഉപയോഗിച്ച് കുത്തുന്ന സമയത്ത് ഈ കൊമ്പ് ഉപയോഗിച്ച് കുങ്കികൾ തന്നെ കുത്തി എഴുന്നേൽപ്പിക്കാതെ ആന സ്വയം കാലുകുത്തി എഴുന്നേൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അനിമൽ ആംബുലൻസിന് തൊട്ടടുത്താണ് ആനയുള്ളത്. ആനയെ ഈ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ആനയ്ക്കരികിലെത്തി അരുൺ സക്രി അടക്കമുള്ളവർ ഇപ്പോൾ ഈ ആനയെ പരിശോധിക്കുന്നുണ്ട്, ആനയെ നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ശരീരത്തിലേക്ക് നിരന്തരം വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഈ ശരീര ഊഷ്മാവ് ഉയരാതിരിക്കുന്നതിന് വേണ്ടി നിരന്തരം ആനയുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുറിവെല്ലാം തന്നെ, ആനയുടെ മസ്തകത്തിലെ മുറിവെല്ലാം തന്നെ വൃത്തിയാക്കിയത് നമുക്ക് കൃത്യമായി കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആനയെ ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. ആംബുലൻസ് ഈ വലിയ രീതിയിൽ കുഴിയെടുത്ത് ആനയ്ക്ക് നേരിട്ട് ആംബുലൻസിലേക്ക് കയറാൻ കഴിയുന്ന തരത്തിൽ, അതായത് പ്ലാറ്റ്ഫോം ഒന്നും തന്നെ ഉപയോഗിക്കാതെ നേരിട്ട് കയറാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ അനിമൽ ആംബുലൻസ് ഉൾപ്പെടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആനയ്ക്കരികിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി. ആനയ്ക്ക് വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട്. ആനയ്ക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആനയെ തള്ളുന്നുണ്ട്, പുറകിൽ നിന്ന് തള്ളി നീക്കുന്നുണ്ട്. കൂടുതൽ ആന അനിമൽ ആംബുലൻസിന് അരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആനയ്ക്ക് ഭക്ഷണം അടക്കം ആനയ്ക്ക് ഇട്ടുകൊടുത്തു. ആന ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം തീറ്റ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആനയെ കൂടുതൽ അനിമൽ ആംബുലൻസിന് അടുത്തേക്ക് ആനയെ തള്ളുന്നുണ്ട്. ആന അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് കുങ്കികൾ ഉപയോഗിച്ച് നടത്തുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പുറകിൽ നിന്ന് കുങ്കിയാനകൾ ഈ ആനയെ തള്ളുന്നു. വടം ഉപയോഗിച്ച് വലിക്കുന്നുണ്ട് ആനകൾ. ഇപ്പോൾ കാണുന്നത് അനിമൽ ആംബുലൻസിന് കുറച്ചുകൂടി അടുത്തേക്ക് ആന എത്തിയിട്ടുണ്ട്. പക്ഷെ ആന പൂർണ്ണമായും കയറിയിട്ടില്ല. അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമം നടക്കുമ്പോൾ ആന അതിനെ ചെറുക്കുന്നുണ്ട്. മയക്കത്തിലാണെങ്കിൽ പോലും ആന ബലം പിടിച്ചത് ചെറുക്കുന്നത് നമുക്ക് വ്യക്തമാണ്. കുങ്കിയെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ കുത്തി നീക്കുകയാണ്. പക്ഷെ ആന ഈ ആംബുലൻസിലേക്ക് കയറാതെ ബലം പിടിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഈ ആനയുടെ ശരീരോഷ്മാവ് ഉയരാതിരിക്കുന്നതിന് വേണ്ടി നിരന്തരം ഈ ഉദ്യോഗസ്ഥർ വെള്ളമൊക്കെ ഒഴിച്ച് ആനയുടെ ശരീര
ശരീരോഷ്മാവ് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ശരീരോഷ്മാവ് കുറച്ചുകൊണ്ട് നിലനിർത്തുകയാണ്. കാരണം ഈ മയക്കം വെടിയുന്നതിന് മുൻപ് തന്നെ ഈ ആനയെ ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ളതാണ് ഈ സങ്കീർണമായിട്ടുള്ള കാര്യം. കാരണം ആനയ്ക്ക് ഇനി ഒരു ബൂസ്റ്റർ ഡോസ് കൊടുത്താൽ എന്താകും ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസ് കൊടുക്കാതെ ആനയെ എത്രയും പെട്ടെന്ന് അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സ്വാഭാവികമായും ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയത് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ട്. ഒരു 30% മാത്രമാണ് ഈ ദൗത്യം വിജയമാകാനുള്ള ഒരു സാധ്യത പോലും അവർ കൽപ്പിച്ചിരുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു ദൗത്യത്തിലേക്ക് പോവുക, അതായത് നാട്ടിലിറങ്ങി നടക്കുന്നു, ഈ ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ കാടിന്റെ നീതിയുണ്ട്, അത് നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിലെടുത്ത നിലപാട് ഈ ആന നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നതാണ്. ഒരു മുറിവുമായി ഇങ്ങനെ ആന ഇറങ്ങി നടക്കുമ്പോൾ സ്വാഭാവികമായും അത് കാണുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നടപടിയിലേക്ക് പോകുന്നു, അതായത് ആനയെ പിടികൂടി ചികിത്സിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നു. പക്ഷെ ആ ദൗത്യം അതീവ ദുഷ്കരമാണ്. 30% മാത്രമാണ് ആ ദൗത്യത്തിന് വിജയം പോലും കൽപ്പിക്കുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആന കൺമുന്നിൽ ഇത്തരത്തിൽ ഒരു വലിയ മുറിവുമായി ഇങ്ങനെ നടക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് തങ്ങൾ ഈ ദൗത്യത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ആ ദൗത്യം എത്രമാത്രം സങ്കീർണതയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കിപ്പോൾ പ്രകടമാകുന്നുണ്ട്. കാരണം ആനയ്ക്ക് ആദ്യ ഡോസ് മയക്കുവെടി കൊടുത്ത ശേഷം ഈ മയങ്ങിയ കൊമ്പൻ താഴെ വീഴുന്നു. അവിടെ നിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് ആനയെ എഴുന്നേൽപ്പിച്ചത്. അതിനുശേഷം ആനയ്ക്ക് ഈ മയക്കം വെടിയുന്നതിന് മുൻപ് തന്നെ ആനയെ ഇപ്പോൾ ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ആന ഈ മയക്കത്തിലാണെങ്കിൽ പോലും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. കുങ്കികളെ ഉപയോഗിച്ചുകൊണ്ട് പതിയെ തള്ളിയാണ് ഇപ്പോൾ നീക്കുന്നത്. ഒരു 2 ചുവട് കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അല്പം കൂടി മുന്നോട്ട് നീങ്ങിയാൽ ഈ ആന അനിമൽ ആംബുലൻസിലേക്ക് കയറും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഒരു ഏകദേശം ആനയെ സംബന്ധിച്ച് ആന കയറാൻ പോകുന്നു. കുങ്കി ആനകൾ കൂടുതൽ ആനക്കരികിലേക്ക് എത്തി. അല്പസമയത്തിനകം തന്നെ, അതായത് അല്പദൂരം മാത്രമേ ഉള്ളൂ ഇനി ആംബുലൻസിലേക്ക് ആന കയറാൻ. അനിമൽ ആംബുലൻസിലേക്ക് കയറിയിരിക്കുന്നു. ഉന്മേഷ്, ആന അനിമൽ ആംബുലൻസിലേക്ക് കയറിയിരിക്കുന്നു. ഈ ദൗത്യം, അതായത് ഈ ആനയെ പിടികൂടുക എന്ന ദൗത്യം വിജയമായി എന്ന് പറയാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആശങ്കകൾ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആനത വീണ്ടും ചെറുത്തു നിൽക്കുന്ന നമുക്ക് കാണാം. അനിമൽ ആംബുലൻസിലേക്ക് കയറാതെ, അതായത് അതിന്റെ ആ ഭാഗത്തേക്ക്, കയറുന്ന ഭാഗത്തേക്ക് ആനയെ തള്ളി നിർത്തിയെങ്കിൽ പോലും ആന ഈ കയറുന്നില്ല. ആന ഒരു അവസാന ചെറുത്തുനിൽപ്പ് നടത്തുന്നു. പക്ഷേ കുങ്കികളിൽ കേമനാണ്, കോന്നി സുരേന്ദ്രനാണ് മുന്നിൽ നിൽക്കുന്നത്. കോന്നി സുരേന്ദ്രൻ അരിക്കൊമ്പനെ അടക്കം പിടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആനയാണ് കോന്നി സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെ വിക്രം, കുഞ്ചു, ഒരു ഘട്ടത്തിലും പിന്മാറാത്ത കുങ്കികൾ. ആ കുങ്കികൾ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മസ്തകം കൊണ്ട് തന്നെ കൊമ്പുകൊണ്ട് കുത്തി ഇതിനകത്തേക്ക് കയറ്റുന്നുണ്ട്. പക്ഷെ ആന തിരിച്ചിറങ്ങുന്നു. അനിമൽ ആംബുലൻസിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു ചെറുത്തുനിൽപ്പ് കൃത്യമായും ഈ ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മയക്കത്തിലാണെങ്കിൽ പോലും ആന ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി അവസാന നിമിഷവും ശ്രമം നടത്തുന്നത് കാണാം. കുഞ്ചുവാണ് ഇപ്പോൾ ആ ആനയെ കുത്തി കയറ്റാൻ വേണ്ടി, അതായത് അതിനകത്തേക്ക് ആനയെ തള്ളി മസ്തകം ഉപയോഗിച്ച് തള്ളി ആംബുലൻസിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആന കയറുന്നില്ല. കുറച്ചുകൂടി, അതായത് ഒരു 2 ചുവട് കൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈ അനിമൽ ആംബുലൻസിന്റെ ഡോർ അടക്കം ലോക്ക് ചെയ്യണമെങ്കിൽ, സുരക്ഷിതമായി ആനയെ കൊണ്ടുപോകണമെങ്കിൽ ആന കുറച്ചുകൂടി മുന്നോട്ട് കയറി നിൽക്കണം. പക്ഷേ ആന ഇപ്പോഴും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്.